നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തിരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലെ പട്ടികവർഗ ജനവിഭാഗത്തിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായുള്ള നങ്ക വോട്ട് ക്യാമ്പയിൻ പദ്ധതിയുടെ ഉദ്ഘാടനം വള്ളക്കടവ് ഫോറസ്റ്റ് ഡോർമെട്രിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. തീർത്ഥാടന കേന്ദ്രമായ ചക്കിക്കാവ് വിമലഗിരി സെന്റ് മേരീസ് പള്ളിയുടെ കാർമൽ മൗണ്ട് കുരിശുമലയിലേക്ക് ദുഃഖവെള്ള ദിനത്തിൽ പരിഹാര പ്രദക്ഷിണവും കുരിശുമല കയറ്റവും പുതുഞായർ തിരുനാൾ ആഘോഷവും മാർച്ച് 29 മുതൽ ഏപ്രിൽ 7 വരെ നടക്കുമെന്ന് വികാരി ഫാദർ ഫ്രാൻസിസ് ഇടത്തിനാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രിയിൽ VKR ഫാമിലി ഹെൽത്ത് സ്കീമിന് തുടക്കമായതായി കിഡ്നി ഫൗണ്ടേഷൻ ചെയർമാൻ ഫാദർ ഡേവിഡ് ചിറമലും ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ മേഴ്സി കുര്യനും അറിയിച്ചു. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ കോതമംഗലം നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കലാ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. LDF വനിതാ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ അടിമാലിയിൽ വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു. മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CS സുജാത വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തിരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലെ പട്ടികവർഗ ജനവിഭാഗത്തിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായുള്ള നങ്ക വോട്ട് ക്യാമ്പയിൻ പദ്ധതിയുടെ ഉദ്ഘാടനം വള്ളക്കടവ് ഫോറസ്റ്റ് ഡോർമെട്രിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. പദ്ധതി പ്രകാരം 10 മലമ്പണ്ടാരം വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾക്ക് വോട്ടർ തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി ജില്ലാ ഭരണകൂടവും ജില്ലാ ഇലക്ഷൻ വിഭാഗവും സ്വീപ്പിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നങ്ക വോട്ട് ക്യാമ്പയിൻ. പദ്ധതിയുടെ ഭാഗമായി മലമ്പണ്ടാരം വിഭാഗത്തിലെ വോട്ടർമാർക്കുള്ള വോട്ടേഴ്സ് തിരിച്ചറിയൽ കാർഡ് വിതരണം വണ്ടിപ്പെരിയാർ വള്ളക്കടവ് ഫോറസ്റ്റ് ഡോർമെട്രിയിൽ വെച്ച് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് നിർവഹിച്ചു. കാർഡ് അവരുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും അവരുടെ ഇലക്ഷൻ ID കാർഡ് തിരിച്ചറിയൽ കാർഡ് വിതരണവും ചെയ്യുകയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് പോലെ ആരും ഇതിൽ നിന്ന് ഈ പൊതു തെരഞ്ഞെടുപ്പിൽ നിന്ന് അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് ആരും ഒഴിവാക്കപ്പെട്ടാൽ പാടില്ല. എല്ലാവരെയും ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ള ഒരു ഇലക്ഷൻ പ്രക്രിയയാണ് നമ്മൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗമാണ് ആരെയും നമ്മൾ ഒഴിവാക്കുന്നില്ല. ഭിന്നശേഷിക്കാരാണെങ്കിലും ട്രൈബൽ പോപ്പുലേഷൻ ആയാലും മറ്റെല്ലാവരുമായാലും വയോജനങ്ങൾ ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിലുള്ള പൗരന്മാരെയും ഈ ഒരു പ്രക്രിയയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഈ ഒരു മേഖലയിലുള്ള ഈ വിഭാഗത്തിനെ ട്രൈബൽ വിഭാഗത്തിനെയും കൂടി ഇതിൻ്റെ ഭാഗമാക്കുന്നു. അവർക്ക് ഉള്ള അവകാശങ്ങൾ അവരുടെ എല്ലാവരുടെയും അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. അത് ഇവർക്കും കൂടി ഉണ്ട് എന്നതിനെ ബോധവൽക്കരിക്കുകയും അവരെ ഈ ഒരു ഇലക്ഷൻ പ്രക്രിയയുടെ ഭാഗമാക്കി മാറ്റുകയുമാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഒരു ഏരിയ എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ആസ്പിരേഷൻ ബ്ലോക്ക്, കേന്ദ്ര സർക്കാരിൻ്റെ ആസ്പിരേഷൻ ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും കൂടെ നടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് നടത്തുന്ന ഒരു പ്രവർത്തനവും കൂടിയാണിത്. ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശാനുസരണം എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി അവർക്ക് തിരിച്ചറിയൽ കാർഡ് കൊടുത്ത് ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവരെയും കൂടി ഉൾപ്പെടുത്തി അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. ചിലർ ഒക്കെ വോട്ട് ചെയ്തവരാണ്. വീണ്ടും ഇവിടെ വോട്ട് ചെയ്യാത്ത എല്ലാ 18 വയസ്സ് പൂർത്തിയായവരെയും ഇന്ന് നമ്മളിവിടെ തിരിച്ചറിയൽ കാർഡ് കൊടുക്കുകയാണ്. ഇതൊരു ഔപചാരികതയുടെ പേരിൽ ഈ ഒരു പരിപാടി നങ്ക വോട്ട് എന്ന ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു, നന്ദിയും രേഖപ്പെടുത്തുന്നു. മലമ്പണ്ടാരം വിഭാഗത്തിൽപ്പെട്ട 10 പേർക്കാണ് പുതുതായി തിരിച്ചറിയൽ കാർഡുകൾ നൽകിയത്. പരിപാടിയിൽ ഇടുക്കി സബ് കളക്ടർ അരുണസ് നായർ അധ്യക്ഷനായിരുന്നു. സ്വീപ് നോഡൽ ഓഫീസർ ലിബു ലോറൻസ്, പീരുമേട് ARO ഡോക്ടർ പ്രിയൻ അലക്സ് റിബല്ലോ, പീരുമേട് തഹസീൽദാർ സണ്ണി ജോർജ്, വള്ളക്കടവ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ NK അജയ് ഘോഷ്, PP പ്രകാശ്, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. BBC ന്യൂസ്, പീരുമേട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി അടിമാലിയിൽ പോലീസിന്റെയും CISFന്റെയും നേതൃത്വത്തിൽ റൂട്ട് മാർച്ച് നടത്തി. അടിമാലി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച റൂട്ട് മാർച്ച് ടൗൺ ചുറ്റി സർക്കാർ ഹൈസ്കൂൾ പരിസരത്ത് സമാപിച്ചു.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പോലീസിന്റെയും CISFന്റെയും നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ റൂട്ട് മാർച്ച് നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു അടിമാലിയിലും റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത്. അടിമാലി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച റൂട്ട് മാർച്ച് ടൗൺ ചുറ്റി സർക്കാർ ഹൈസ്കൂൾ പരിസരത്ത് സമാപിച്ചു. തിരഞ്ഞെടുപ്പ് കാലത്ത് ക്രമസമാധാന പാലനം ഉറപ്പുവരുത്തുന്നതിനും ആളുകൾക്ക് പൊതുസുരക്ഷയുടെ കാര്യത്തിൽ ആത്മവിശ്വാസം നൽകുന്നതിനുമായിട്ടാണ് സേനാ വിഭാഗങ്ങൾ റൂട്ട് മാർച്ച് നടത്തുന്നത്. അടിമാലി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ നേതൃത്വത്തിലായിരുന്നു റൂട്ട് മാർച്ച് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, അടിമാലി. ഇടുക്കി, കോട്ടയം ജില്ലകളുടെ അതിർത്തി കേന്ദ്രമായ ഇലവീഴ പൂഞ്ചിറയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ചക്കിക്കാവ് വിമലഗിരി സെന്റ് മേരീസ് പള്ളിയുടെ കാർമൽ മൗണ്ട് കുരിശുമലയിലേക്ക് ദുഃഖവെള്ളി ദിനത്തിൽ പരിഹാര പ്രദക്ഷിണവും കുരിശുമല കയറ്റവും പുതുഞായർ തിരുനാൾ ആഘോഷവും മാർച്ച് 29 മുതൽ ഏപ്രിൽ 7 വരെ നടക്കുമെന്ന് വികാരി ഫാദർ ഫ്രാൻസിസ് ഇടത്തിനാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവീഴ പൂഞ്ചിറയ്ക്ക് സമീപത്താണ് തീർത്ഥാടന കേന്ദ്രം. ഇടുക്കി, കോട്ടയം ജില്ലകളുടെ അതിർത്തി കേന്ദ്രമായ ഇലവീഴ പൂഞ്ചിറയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ചക്കിക്കാവ് വിമലഗിരി സെന്റ് മേരീസ് പള്ളിയുടെ കാർമൽ മൗണ്ട് കുരിശുമലയിലേക്ക് ദുഃഖവെള്ളി ദിനത്തിൽ പരിഹാര പ്രദക്ഷിണവും കുരിശുമല കയറ്റവും പുതുഞായർ തിരുനാൾ ആഘോഷവും മാർച്ച് 29 മുതൽ 7 വരെ നടക്കുമെന്ന് വികാരി ഫാദർ ഫ്രാൻസിസ് ഇടത്തിനാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവീഴ പൂഞ്ചിറയ്ക്ക് സമീപത്താണ് തീർത്ഥാടന കേന്ദ്രം. ദുഃഖവെള്ളി ദിവസം രാവിലെ 8-ന് തിരുക്കർമ്മങ്ങൾ പള്ളിയിൽ ആരംഭിക്കും. 9:30-ന് കുരിശിന്റെ വഴി ഗത്സമേനിയിൽ നിന്ന് കാർമൽ മൗണ്ടിലേക്ക്. തുടർന്ന് പീഡാനുഭവ സന്ദേശം ഫാദർ ജോസഫ് കുറ്റിയാങ്കൽ. ഉച്ചയ്ക്ക് 12-ന് നേർച്ചക്കഞ്ഞി വിതരണം. ഏപ്രിൽ 7 പുതുഞായറാഴ്ച രാവിലെ 9:15-ന് ആഘോഷമായ കുരിശിന്റെ വഴി ഗത്സമേനിയിൽ നിന്ന് കാർമൽ മൗണ്ട് കുരിശുമലയിലേക്ക്. 10:30-ന് ആഘോഷമായ തിരുനാൾ കുർബാന സന്ദേശം റവറൻ ഫാദർ ജോസഫ് കൈതോലിൽ നയിക്കും. തുടർന്ന് പാച്ചോർ നേർച്ച. തിരുക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് വികാരി ഫാദർ ഫ്രാൻസിസ് ഇടത്തിനാൽ കൈക്കാരന്മാരായ ബെന്നി ഇല്ലത്തുപറമ്പിൽ, ടോമി ഉരുളുക്കുന്നേൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പാലായിൽ നിന്ന് പ്ലാഷ്നാൽ, കളത്തൂക്കടവ്, മൂന്നിലവ്, നെല്ലാപ്പാറ, മേച്ചാൽ വഴിയും പാല, കൊല്ലപ്പള്ളി, മേരിലാൻഡ്, മേലുകാവ്, കാഞ്ഞിരങ്കവല, ഇലവീഴ പൂഞ്ചിറ, ചക്കിക്കാവ് വഴിയും തൊടുപുഴയിൽ നിന്ന് മുട്ടം, കാഞ്ഞാർ, കൂവപ്പള്ളി വഴിയും കാർമൽ മൗണ്ടിലെത്താം. ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ 3 വഴികളാണ് പ്രധാനമായുള്ളത്. പാലായിൽ നിന്ന് പ്ലാഷ്നാല്, കളത്തൂക്കടവ്, മൂന്നിലവ്, നെല്ലാപ്പാറ, മേച്ചാല് കൂടി ചക്കിക്കാവിന് വരുമ്പോൾ കുരിശുമലയിലെത്താം. തൊടുപുഴയിൽ നിന്ന് വരുമ്പോൾ മുട്ടം, കാഞ്ഞാറ്, കൂവപ്പള്ളി, ചക്കിക്കാവ്, കാർമൽ മൗണ്ട് കുരിശുമലയിലെത്താം. പിന്നെ പാലായിൽ നിന്ന് വരുന്നവർക്ക് തന്നെ കൊല്ലപ്പള്ളി, മേരിലാൻഡ്, മേലുകാവ്, കാഞ്ഞിരങ്കവല, ഇലവീഴ പൂഞ്ചിറ, കാർമൽ മൗണ്ട് കുരിശുമലയിൽ എത്താം. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട വഴികളാണ് ഉള്ളത്. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രിയിൽ വി കെയർ ഫാമിലി ഹെൽത്ത് സ്കീമിന് തുടക്കമായതായി കിഡ്നി ഫൗണ്ടേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമലും ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ മേഴ്സി കുര്യനും അറിയിച്ചു. സാധാരണക്കാർക്ക് ചികിത്സാ ചെലവ് കുറച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക പ്രതിബദ്ധത മുൻനിർത്തിയാണ് ഹോളി ഫാമിലിയിൽ പദ്ധതി ആരംഭിക്കുന്നതെന്നും ഇവർ പറഞ്ഞു. മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രിയിൽ വി കെയർ ഫാമിലി ഹെൽത്ത് സ്കീമിന് തുടക്കമായതായി കിഡ്നി ഫൗണ്ടേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേലും ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ മേഴ്സി കുര്യനും അറിയിച്ചു. സാധാരണക്കാർക്ക് ചികിത്സാ ചെലവ് കുറച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക പ്രതിബദ്ധത മുൻനിർത്തിയാണ് ഹോളി ഫാമിലിയിൽ പദ്ധതി ആരംഭിക്കുന്നതെന്നും ഇവർ പറഞ്ഞു. ഈ ഹോസ്പിറ്റലിൽ ഇവിടെ വരുന്ന ഈ വി കെയർ ഹെൽത്ത് സ്കീമിന്റെ കാർഡുകൾക്കൊക്കെ ഈ ഹോസ്പിറ്റല് തീരുമാനിക്കുന്ന ഡിസ്കൗണ്ട് അവർ കൊടുക്കും. അങ്ങനെ കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളും നമ്മൾ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഹോസ്പിറ്റലാക്കാനുള്ളൊരു നിർദ്ദേശമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഹോസ്പിറ്റൽ പറയും ശരിയാണ്, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല. പക്ഷെ ഒരു സിസ്റ്റം വേണം. ആ സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ കാർഡിന് 650 രൂപയാണ് ഒരാൾക്ക് ചെലവ്. ഒരു വീട്ടിലെ ഒരാൾ ഈ കാർഡ് എടുത്താൽ ആ വീട്ടിലെ എല്ലാവർക്കും അതിൻ്റെ ഫലം കിട്ടും. അതാണ് ഒരു കാര്യം. രണ്ടാമത്തത്, ഈ കാർഡ് ഏത് രോഗമുള്ള ആൾക്കാർക്കും സ്വന്തം, ഏത് ഏജിലുള്ള ആൾക്കാർക്കും സ്വന്തം. കൂടാതെ ഈ കാർഡ് 2 വർഷത്തേക്കാണ് ഇതിൻ്റെ സാധ്യത. കൂടാതെ ഒരു ലൈഫ് ഇൻഷുറൻസ് ക്ലെയിമും നമുക്കിതിന് ഡെത്തിന് പ്ലാൻ ചെയ്യും. അപ്പം അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, എനിക്കിങ്ങനൊരു ഫ്രീ ഹോസ്പിറ്റൽ ഉണ്ടാവുന്നതൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പണ്ട് നമ്മളൊരു ഹ്യൂമാനിറ്റേറിയൻ ഹോസ്പിറ്റലൊക്കെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇടുക്കിയിൽ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത് ഈ ഹോസ്പിറ്റലിലാണ്
ട്രാൻസ്പ്ലാന്റേഷൻ ഇടുക്കി ജില്ലയിൽ നടത്തുന്നത്. 3 ട്രാൻസ്പ്ലാന്റേഷൻ ജോർജ് പി എബ്രാക്കാണ് ഇവിടെ വരുന്നത്. എൻ്റെ ഓപ്പറേഷനൊക്കെ നടത്തിയത് ജോർജ് പി എബ്രാക്ക്. അദ്ദേഹം വെരി ഫേമസ് ഡോക്ടർ, ഫേമസ് മീൻസ് വെരി എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്. 3000-ൽ പരം ട്രാൻസ്പ്ലാന്റേഷൻസ് അദ്ദേഹം നടത്തി കഴിഞ്ഞു. 1000 പകരം നല്ലൊരു ഹാൻഡ് ഈ ഹോസ്പിറ്റലിൽ വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും രോഗികൾക്ക് ആശ്വാസം നൽകുന്നതാണ്. നമ്മൾ ഇതോടൊപ്പം ഇവിടെ വരുന്ന കിഡ്നി രോഗികൾക്ക് ഡയലൈസർ അതടക്കം നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് നമ്മൾ ഡയലൈസർ അടക്കം സൗജന്യമായിട്ട് ഉള്ള കിഡ്നി പേഷ്യൻസിന് ഈ സ്കീമിൻ്റെ ഇതിൽ നമ്മൾ കൊടുക്കുന്നത് കിഡ്നി പേഷ്യൻസ് 650 രൂപയുടെ ഹെൽത്ത് കാർഡിൽ സ്വന്തമാക്കുന്നതോടെ കുടുംബാംഗങ്ങൾക്ക് പദ്ധതിയിൽ അംഗമാകാം. 2 വർഷമാണ് ഇതിന്റെ കാലാവധി. പദ്ധതിയിൽ ചേരുന്ന വ്യക്തിക്ക് അപകട മരണം സംഭവിച്ചാൽ നാഷണൽ ഇൻഷുറൻസിന്റെ 2 ലക്ഷം രൂപയുടെ പരിരക്ഷയും ലഭിക്കും. ഇതിനു പുറമെ ചാരിറ്റബിൾ ട്രസ്റ്റുമായി സഹകരണമുള്ള സംസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും സ്കാനിംഗ്, എക്സ്റേ, കൺസൾട്ടേഷൻ എന്നിവ നടത്തുമ്പോഴും വിവിധ ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങുമ്പോഴും 5% മുതൽ 50% വരെ ഇളവും ലഭിക്കും. അതായത് സാധാരണക്കാരനും എപ്പോഴും എത്താവുന്ന ഒരു സ്ഥാപനമായിട്ട്, ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഇതിനെ കൊണ്ടുവരണം. അതിപ്പോഴും ഞാൻ മാക്സിമം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കുന്നത്. ഓരോ കാര്യത്തിലും വരുമ്പോഴും ബില്ലിൻ്റെ കാര്യത്തിലാണെങ്കിലും വരുന്നവർ പൈസ ഇല്ല എന്നുള്ള കാരണം കൊണ്ട് ഒരിക്കലും തിരിച്ചു പോകാൻ ഇടവരുത്തുന്ന നിർബന്ധമുണ്ടായിരുന്നത്. ഒരിക്കലും അങ്ങനെ കാര്യം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ നൂതനമായിട്ട് പല കാര്യങ്ങളും നമ്മൾ ആരംഭിച്ചു വരുന്നത് അറിയാം. നമ്മൾ അതായത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് തുടങ്ങി, അതുപോലെ യൂറോളജിയിൽ കല്ലുകൾ പൊട്ടിക്കുന്ന, അതായത് മിനിമം സർജറി, അതായത് ഒരു മുറിവുകൾ ഉണ്ടാക്കാത്ത രീതിയിൽ കല്ല് പൊട്ടിച്ചെടുക്കാവുന്ന RIRS എന്ന് പറയുന്നൊരു മെഷീനുണ്ട്. ആ മെഷീൻ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രോഗികൾക്ക് ഒത്തിരി പേര് ഇപ്പോൾ നമുക്ക് കിഡ്നി സ്റ്റോൺ ഉള്ളവരാണ് കൂടുതൽ ആളുകൾ വരുന്നത്. അതിനെപ്പറ്റി ഡോക്ടർ അനിൽ പറയും, ഡോക്ടറിന് അനിൽ അറിയാം, ഡോക്ടർ അതിനെപ്പറ്റി പറയും. അങ്ങനെ നമ്മൾ പുതിയ കാര്യങ്ങൾ മാക്സിമം ചെയ്ത് ആളുകളെ സഹായിക്കാമെന്ന് വെച്ചാൽ അപ്പോഴാണ് ഇങ്ങനെ ഈ ഹെൽത്ത് കെയർ സ്കീമിനെ പറ്റി അറിയാം. നമുക്ക് പറ്റുന്ന ചെയ്യാം. ദീപികക്കാർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് തന്നെ ഞങ്ങൾ ആ സ്കീമല്ല നിങ്ങളോട് ചില കൺസെഷനൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രസ് ക്ലബ്ബുകാർക്ക്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു അത് ചെയ്യുക. ഇടുക്കി ജില്ലയിൽ ആദ്യമായാണ് മുതലക്കോടം ആശുപത്രിയിൽ പദ്ധതി നടപ്പാക്കുന്നതെന്ന് ഫാദർ ചിറമേൽ അറിയിച്ചു. ഇതിനു പുറമെ ഇവിടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റ് കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നും വിജയകരമായി 3 കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനുകൾ അടുത്തിടെ നടത്താനായതായും അധികൃതർ അറിയിച്ചു. 6.5 ലക്ഷം മുതൽ 7 ലക്ഷം രൂപ വരെയാണ് ഇതിനായി ചിലവ് വരുന്നത്. കീഹോൾ സർജറി ആയതിനാൽ 3 ദിവസത്തിനുള്ളിൽ രോഗികൾക്ക് ആശുപത്രിയിൽ നിന്ന് മടങ്ങാനാകും. മൂത്രാശയ കല്ല് ഒഴിവാക്കുന്നതിന് നവീന ലേസർ ചികിത്സയും ഇവിടെ ലഭ്യമാണ്. ഇത്രയും മെച്ചപ്പെട്ട മെഷീനും അതേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എന്താണുള്ള അതേ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇതിന് മെച്ചമെന്ന് പറയുന്നത് ഹോസ്പിറ്റൽ സ്റ്റേ ഏറ്റവും കുറയ്ക്കുക എന്നുള്ളതാണ്. ഇന്ന് പേഷ്യൻ്റ് വരുന്നു, നാളെ സർജറി വരുന്നു, മറ്റന്നാൾ ഡിസ്ചാർജ് ചെയ്യുന്നു. അതിൽ കൂടുതൽ ഹോസ്പിറ്റലിൽ വരേണ്ട ആവശ്യമില്ല. പിറ്റേന്ന് പേഷ്യൻ്റ് ജോലിക്കുന്നു. ഒരു മുറിവോ പാടുകളോ ഒന്നും ഉണ്ടാകത്തില്ല. കിഡ്നിയിലോ മൂത്രസഞ്ചിയിലോ മൂത്രത്തിൽ എവിടെ ഇരിക്കുന്ന കല്ലുകൾ കട്ടിയൊന്നും ഏതാണെങ്കിലും നമുക്കത് ഒരു ദിവസം ആ ഒറ്റ സിറ്റിംഗ് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. അതിനുശേഷം പേഷ്യൻറ്റിൻ്റെ സ്വന്തം ജോലി തിരിച്ച് പോകാൻ പറ്റും. കൂടുതൽ വിശ്രമം എടുക്കേണ്ട ആവശ്യമില്ല. മുറിവ് പഴുപ്പൊന്ന് പേടിയോ വേറെ ഹെർണിയ കൂടെ അങ്ങനെ യാതൊരു കോംപ്ലിക്കേഷനും ഉണ്ടാകത്തില്ല. വളരെ ബ്ലീഡിങ്ങോ വളരെ കുറച്ച് കോംപ്ലിക്കേഷൻ മാത്രം ഉണ്ടാകുന്ന പേഷ്യൻറ്റ് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ജനറൽ അനസ്തീഷ്യ ഒന്നും അറിയത്തില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക, അനസ്തീഷ്യ കൊടുക്കുക, കല്ല് കുടിക്കുക, നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ്. അത് നിലവിൽ നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കി ഹോസ്പിറ്റലുകളൊന്നും ഇടുക്കിയിൽ നമ്മളാണ് ആദ്യമായിട്ട് ചെയ്തത്. ഓൾറെഡി നമ്മൾ സക്സസ്ഫുള്ളായിട്ട് more than 10 കേസുകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ കോതമംഗലം നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കലാ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ ഷിബു തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. ഷിബു തെക്കുംപുറം ചെയർമാൻ, KP ബാബു ജനറൽ കൺവീനർ എന്നിവർ ഭാരവാഹികളായി 1001 അംഗ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയും രൂപീകരിച്ചു. കൺവെൻഷന് ശേഷം കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം എൽദോസ് കുന്നപ്പള്ളി MLA നിർവഹിച്ചു. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ കോതമംഗലം നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കലാ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. ഭാരത് ജോഡോ യാത്രയിലൂടെ രാജ്യത്തിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞ രാഹുൽ ഗാന്ധിയിലൂടെ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ തിരികെ പിടിക്കാനുള്ള പോരാട്ടമാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പെന്ന് ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞു.
രാഷ്ട്രീയ സദാചാരം നഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടമാക്കി CPM-നെ മാറ്റിയ പിണറായി വിജയൻ ഈ നാടിനെ കരകയറ്റാനാകാത്ത വിധം കടക്കണിയിലേക്ക് തള്ളിവിട്ടെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. വന്യജീവി ആക്രമണം പോലുള്ള ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന നേതാക്കളെയും ജനപ്രതിനിധികളെയും വേട്ടയാടുന്ന സമീപനമാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. മോദി സർക്കാർ സമാനതകളില്ലാത്ത വിധം രാജ്യത്തെ അഴിമതിയുടെ കുത്തരങ്ങാക്കി മാറ്റിയെന്നും അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരള കോൺഗ്രസ് സംസ്ഥാനത്തിന്റെ അധികാരിയായ നേതാവ് UDF സംസ്ഥാന നേതൃത്വത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ പ്രിയപ്പെട്ട ദുർഗാകരൻ, ബഹുമാനായ കോതമംഗലത്തിന്റെ മുൻ MLA, ഐക്യജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ അധികാരിയായ നേതാവ് ശ്രീ വിജയ് പോലോസ്. UDF ചെയർമാൻ ഷിബു തേക്കുംപുറം അധ്യക്ഷത വഹിച്ചു. എൽദോസ് കുന്നപ്പള്ളി MLA, മുൻ മന്ത്രി TU കുരുവിള, മുൻ MLA VJ പൗലോസ്, KPCC ജനറൽ സെക്രട്ടറി S അശോകൻ, ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ KP ബാബു, PP ഉതുപ്പാൻ, AG ജോർജ്, ഷമീർ പനക്കൽ, ബാബു ഏലിയാസ്, അഡ്വക്കേറ്റ് അബു മൊയ്തീൻ, MS എൽദോസ്, എബി എബ്രഹാം, PK മൊയ്തു, ഇബ്രാഹിം കവലയിൽ, സുരേഷ് ബാബു, EM മൈക്കിൾ, AT പൗലോസ്, AC രാജശേഖരൻ, മാത്യു ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ഷിബു തേക്കുംപുറം ചെയർമാനായും KP ബാബു ജനറൽ കൺവീനറായും 1001 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. കൺവെൻഷനു ശേഷം കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം എൽദോസ് കുന്നപ്പള്ളി MLA നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. LDF വനിതാ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ അടിമാലിയിൽ വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു. മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CS സുജാത വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു LDF വനിതാ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ അടിമാലിയിൽ ദേവികുളം നിയോജക മണ്ഡലത്തിലെ വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചത്. അടിമാലി ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CS സുജാത വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ അഭിമാനത്തോടെ പറയും, ഞങ്ങളുടെ സമ്മതിദാനാവകാശം ഞങ്ങൾ ശരിയായ രൂപത്തിൽ രേഖപ്പെടുത്താൻ പോവുകയാണ്. നമുക്കറിയാം, ഈ വോട്ടവകാശമൊക്കെ എന്നാ കിട്ടിയെന്ന്. സ്ത്രീകൾക്കാദ്യമായി വോട്ടവകാശം നൽകിയ രാജ്യം, ലോകത്താദ്യമായി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ രാജ്യം ഏതാണെന്നറിയാമോ? സോവിയറ്റ് യൂണിയൻ. ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത മഹാനായ ലെനിൻ്റെ 100ാമത് ചരമവാർഷിക ദിനം ആചരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവത്തിന് ശേഷമാണ് സ്ത്രീകൾക്കാദ്യമായി വോട്ട് ചെയ്യാനുള്ള റൈറ്റ് കിട്ടിയത്. അല്ലാതെ അമേരിക്കയോ ഇംഗ്ലണ്ടോ ഫ്രാൻസോ ജർമ്മനിയിലെ സ്ത്രീകളൊന്നുമല്ല ആദ്യം വോട്ട് ചെയ്തത്, സോവിയറ്റ് യൂണിയനിലെ സ്ത്രീകളാണ്. അന്നാണ് നമുക്ക് ഭരണത്തിൽ പങ്കാളിത്തം കിട്ടുന്നത്. സ്ത്രീകൾ ശക്തമായി മുന്നോട്ട് വരാൻ തയ്യാറായത്, സ്ത്രീകൾക്ക് ജോലിയിൽ അവസരം നൽകിയത്. അങ്ങനെ ഒരുപാട് അവകാശങ്ങൾ ആ കാലത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. പിന്നീട് നമ്മുടെ രാജ്യത്തും വോട്ട് ചെയ്യാനുള്ള അവകാശം നമുക്ക് ലഭ്യമാകുകയുണ്ടായി. അബദ്ധം നമുക്ക് പറ്റാൻ പാടില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ നമുക്കൊരബദ്ധം പറ്റിയില്ലേ? ഇല്ലേ? നമുക്കൊരബദ്ധം പറ്റി. അതിന് നമ്മുടെ രാജ്യം കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതാണ്. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇടതുപക്ഷ മഹിളാ സംഘടനകൾ ഈ രാജ്യത്തെ മുഴുവൻ സ്ത്രീകളോടും നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തൊരു ഭരണമാറ്റം അനിവാര്യമാണ്. മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി ശാന്തി മുരുകൻ അധ്യക്ഷത വഹിച്ചു. ശൈലജ സുരേന്ദ്രൻ, ഷീല രാധാകൃഷ്ണൻ, റൂബി സജി, ആൻസി മാത്യു, മേരി തോമസ്, സുശീല ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി. ഉൽപാദനം കുറയുകയും ആവശ്യക്കാർ ഏറുകയും ചെയ്തതോടെ വിപണിയിൽ കാട്ടുജാതി പത്രിക്ക് വില വർദ്ധിച്ചു. പോയ വർഷങ്ങളിൽ 400 മുതൽ 500 രൂപ വരെ വില ലഭിച്ചിരുന്ന കാട്ടുജാതി പത്രിക്ക് ഇപ്പോൾ 700-ന് മുകളിൽ വില ലഭിക്കുന്നുണ്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കാട്ടുജാതിയുടെ പത്രി കമ്പോളങ്ങളിൽ കൂടുതലായി എത്തുന്നത്. കാട്ടുജാതി പത്രിക്ക് വിപണിയിൽ വില ഉയരുകയാണ്. ഉൽപാദനം കുറയുകയും ആവശ്യക്കാർ ഏറുകയും ചെയ്തതാണ് ഇപ്പോഴത്തെ വില വർധനവിന് കാരണം. പോയ വർഷങ്ങളിൽ 400 മുതൽ 500 രൂപ വരെ വില ലഭിച്ചിരുന്ന കാട്ടുജാതി പത്രിക്ക് ഇപ്പോൾ 700-ന് മുകളിൽ വില ലഭിക്കുന്നുണ്ട്. 70 മുതൽ 80 രൂപ വരെ വില ലഭിച്ചിരുന്ന കാട്ടുജാതിയുടെ കുരുവിന് 100 മുതൽ 120 രൂപ വരെയാണ് ഇപ്പോഴത്തെ വില. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കാട്ടുജാതിയുടെ പത്രി കമ്പോളങ്ങളിൽ കൂടുതലായി എത്തുന്നത്. ഉത്തരേന്ത്യയിൽ നിന്നുൾപ്പെടെ കാട്ടുജാതി പത്രിക്ക് ആവശ്യക്കാർ ഏറിയിട്ടുണ്ടെന്നാണ് വിവരം.
കോവിഡ് വ്യാപന ഘട്ടത്തിൽ കാട്ടുജാതി പത്രിക്ക് ആവശ്യക്കാർ കുറഞ്ഞിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് കാട്ടുജാതി പത്രിയുടെ ഉൽപാദനത്തിൽ കാര്യമായ കുറവ് വന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രചരണമോ ജലസേചനമോ കാട്ടുജാതിക്ക് ആവശ്യമില്ല. സാധാരണ ജാതിപത്രിയേക്കാൾ കാട്ടുജാതി പത്രിക്ക് തൂക്കം കൂടുതൽ ലഭിക്കും. നിറത്തിലും ഗന്ധത്തിലും കാട്ടുജാതി പത്രിക്ക് വ്യത്യാസവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് LDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് പ്രകടനം നടത്തി. പ്രകടനത്തിന് CPM ഏരിയ സെക്രട്ടറി KA ജോയ്, CPI സംസ്ഥാന സമിതി അംഗം PK രാജേഷ്, താലൂക്ക് സെക്രട്ടറി PT ബെന്നി, കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി പോൾ മുണ്ടയ്ക്കൽ, ജനതാദൾ S ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി, NCP S നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് തോബ്രയിൽ, ആന്റണി പുല്ലൻ, സാജൻ അമ്പാട്ട്, ഷാജി പീച്ചക്കര, ബേബി പൗലോസ്, PP മൈദീൻ ഷാ തുടങ്ങിയവർ നേതൃത്വം നൽകി. പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ച ടാർ മിക്സിംഗ് പ്ലാന്റ് നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ചു. MLA ആന്റണി ജോൺ സമരസമിതിയുമായി ചർച്ചയ്ക്ക് തയ്യാറായി. പ്ലാന്റ് സന്ദർശിച്ച ശേഷം സമരപ്പന്തലിലെത്തി MLAയുടെ മുമ്പിൽ 500-ലധികം പ്രദേശവാസികൾ പ്ലാന്റ് ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിരോധം തീർത്തു. ഇതുമായി ബന്ധപ്പെട്ട അധികാരികളുമായി ചർച്ച ചെയ്ത ശേഷം അനുകൂലമായ തീരുമാനമെടുക്കുമെന്നും അതുവരെ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നതായും MLA അറിയിച്ചു. പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ച ടാർ മിക്സിംഗ് പ്ലാന്റ് നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ചു. പ്ലാന്റിന്റെ പ്രവർത്തനത്തിനെതിരെ നാട്ടുകാർ സമരസമിതി രൂപീകരിച്ച് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും അധികാരികൾക്ക് പരാതി നൽകുകയും ചെയ്തിട്ടും അതിനെയെല്ലാം ലംഘിച്ച് പ്ലാന്റ് കഴിഞ്ഞ ദിവസം രാത്രികളിൽ പ്രവർത്തനം നടത്തുകയായിരുന്നു. പ്ലാന്റിൽ നിന്നും പുറത്തു വന്ന വിഷപ്പുക ശ്വസിച്ച് പലരും വിവിധ അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ അഭയം തേടി. ഇതേ തുടർന്ന് നാട്ടുകാർ രാത്രിയിൽ തന്നെ പ്ലാന്റിന്റെ വാഹനങ്ങൾ തടയുകയും കവാടത്തിൽ പന്തൽ കെട്ടി സമരം ശക്തമാക്കുകയും ചെയ്തു. വഴി ലൈസൻസ് കൊടുത്ത ഒരു സുപ്രഭാതത്തിൽ ഇത് കൊണ്ടുവന്ന് ഇവിടെ വെക്കുകയാണ്. ഒരു സാമൂഹിക ആഘാത പഠനം നടത്തിയിട്ടില്ല, ആരോഗ്യ സർവേ നടത്തിയിട്ടില്ല, ജനങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? നിങ്ങൾ കോടതിയിൽ പോവാന്ന് പറയും. കോടതി പോയി നിങ്ങളുടെ നിയമം ഈ പ്ലാന്റ് ഇവിടെ നിന്ന് മാറ്റുമല്ല, ഇവിടെ ഞങ്ങൾക്ക് ഈ പ്ലാന്റിന്റെ ദൂഷ്യവശങ്ങൾ ഞങ്ങൾക്ക് അനുഭവിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഈ പ്ലാന്റ് ഇവിടെ വേണ്ട. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇവിടെ ആളുകളുടെ പേരിൽ എടുത്തിരിക്കുന്ന കേസുകളും അധികാരികളുടെ കണ്ണ് തുറന്ന് ഈ പ്ലാന്റ് ഇവിടെ നിന്ന് പൊളിച്ചു നീക്കി ഞങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ ജീവിക്കുന്നതന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാ. അവരെ തീരാ രോഗത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ എങ്ങനെ ജീവിക്കുക? അതുപോലെ ഇത്ര അമ്മമാരുണ്ട്, അവരെന്തിനു ജീവിക്കണം? പിന്നെ ഈ സാഹചര്യത്തിൽ MLA ആന്റണി ജോൺ സമരസമിതിയുമായി ചർച്ചയ്ക്ക് തയ്യാറായി. പ്ലാന്റ് സന്ദർശിച്ച ശേഷം സമരപന്തലിലെത്തിയ MLAയുടെ മുമ്പിൽ 500-ലധികം പ്രദേശവാസികൾ പ്ലാന്റ് ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിരോധം തീർത്തു. ഇതുമായി ബന്ധപ്പെട്ട അധികാരികളുമായി ചർച്ച ചെയ്ത ശേഷം അനുകൂലമായ തീരുമാനമെടുക്കുമെന്നും അതുവരെ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നതായും MLA അറിയിച്ചു. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജനങ്ങളെ ദോഷമായി ബാധിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള ഉറച്ച നിലപാടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അതിനകത്ത് ആശങ്കയും വേണ്ട. ഇവിടെ ഇങ്ങനെ ഒരു വിഷയം ഉയർന്നു വരുമ്പോൾ ഞാൻ അതിന്റെ വിവിധങ്ങളായ വശം അച്ഛൻ കുറെ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. നിയമപരമായ പല പിൻബലത്തോടു കൂടിയിട്ടാണ് ഇത്തരം സംരംഭങ്ങൾ കടന്നു വരുന്നത്. അങ്ങനെ കടന്നു വരുമ്പോഴും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അതേ സംബന്ധിച്ച് ഇപ്പോൾ ഏതായാലും ഇവിടെ നാട്ടുകാരെല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ അതിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഉയർത്തിയിട്ടുള്ള ആശങ്കകൾ തീർച്ചയായിട്ടും അത് കൃത്യമായി ഇരുന്ന് ചർച്ച ചെയ്യാൻ തന്നെ ഞാൻ ബഹുമാനപ്പെട്ട കളക്ടറോടും മന്ത്രിയടക്കം ഈ വിഷയം ഇന്നലെ തന്നെ സംസാരിച്ചിരുന്നു. അപ്പൊ അവര് നേരത്തെ ഇതിനകത്ത് ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുമായി ബന്ധപ്പെട്ട് ഞാൻ തുടർച്ചയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ചില സംഘർഷങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വളരെ നമ്മൾ കൃത്യമായി തന്നെ ആവശ്യമില്ലാതെ ജനങ്ങൾക്ക് മേൽ കൂടുതൽ ഒരു ഫോഴ്സ് ചെലുത്തിക്കൊണ്ടുള്ള സമീപനം സ്വീകരിക്കരുത് എന്നുള്ള നിർദ്ദേശം പോലീസിന് കൊടുത്തിരുന്നു. അപ്പൊ അതിന്റെ തുടർച്ചയിലാണ് ഇവിടെ നേരിട്ട് വന്ന് വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ നാളെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇവിടെ ചില ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കളക്ടർ നേരത്തെ മീറ്റിംഗ് വിളിച്ചപ്പോൾ
ആ നിലയിൽ ഇവർ പറഞ്ഞിട്ടുള്ളതല്ല, അവിടെ ആ നിലയിൽ ഗൗരവത്തിൽ എടുത്തില്ല എന്നുള്ളതെല്ലാമാണ് മെമ്പർ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അത് എന്ത് തന്നെയാണെങ്കിലും ഞാനിവിടെ വന്ന് കാണുകയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കളക്ടർ അടക്കമുള്ള ആളുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഇവിടെ നമ്മുടെ ഈ സമിതിയുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്, അതിന്റെ സമിതിയുടെ ഭാരവാഹികൾ നിങ്ങളുടെ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ തന്നെയുണ്ട്. അപ്പൊ അവരടക്കം ഇരുന്നുകൊണ്ട് ഈ കാര്യത്തിനകത്ത് കൃത്യമായ, ഇപ്പൊ നിങ്ങൾ കുറെ കാര്യങ്ങൾ ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്, അപ്പൊ അതെന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി ചർച്ച ചെയ്യുന്ന തരത്തിലുള്ള ഒരു തീരുമാനം നമുക്ക് തുടർന്ന് എടുത്തു പോകാം. ഏതായാലും അതുവരെ ഇപ്പൊ നിലവിൽ ഈ പ്ലാന്റ് പ്രവർത്തിക്കാതെ തന്നെ നിലവിൽ ആ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. MLAയുടെ ഉറപ്പിന്മേൽ ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെയുള്ള സമരം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി സമരസമിതി രക്ഷാധികാരിയും വേട്ടാമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക വികാരിയുമായ ഫാദർ ജോഷി നിരപ്പൽ പറഞ്ഞു. സമരസമിതി കൺവീനർ EK ചന്ദ്രൻ, കോഓർഡിനേറ്റർ ജോസ് KU, ഓമനക്കുട്ടൻ, സോവി കൃഷ്ണൻ, ജസ്റ്റിൻ ജോസ്, ആൻസി ജോമി, സൗമ്യ പോൾ, KA ജോസഫ്, മോളി ജോസ്, ജോസ് കുര്യൻ, സിസിലി പാപ്പച്ചൻ, സജീവ് നാരായൺ, ജോൺസൺ കറുകപ്പള്ളിൽ, വാർഡ് മെമ്പർമാരായ സിബി പോൾ, SM അലിയാർ, ബ്ലോക്ക് മെമ്പർ ലിസി ജോസഫ്, സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ നോമ്പുകാലത്തോട് അനുബന്ധിച്ചുള്ള ധ്യാനത്തിന് തുടക്കമായി. ഇടവക വികാരി ഫാദർ അരുൺ വലിയ താഴത്ത് ഉദ്ഘാടനം ചെയ്തു. വിൻസെഷൻ ധ്യാനഗുരുവായ ഫാദർ മാത്യു മാന്തുരത്തിൽ BC ആണ് ധ്യാനം നയിക്കുന്നത്. ഡിവൈൻ സിംഗർ ബ്രദർ സിറിൽ ജോസഫ് ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. കൈക്കാരന്മാരായ ജോസ് കച്ചിറിയിൽ, മൈക്കിൾ തെക്കേക്കുടി, ഫാമിലി അപ്പസ്റ്റലേക്ക് പ്രസിഡന്റ് ഷോജി കണ്ണമ്പുഴ എന്നിവർ ധ്യാന ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകി. ധ്യാനം ബുധനാഴ്ച സമാപിക്കും. നമ്മുടെ ആരുടെയും ഭാഗ്യം നോക്കില്ല, പക്ഷേ ഹൃദയത്തിൽ ചില ചെറുതുകൾ, 8 അടിയൊന്നുമില്ല, പക്ഷെ 1 അടിക്ക് ആഘോഷം കൊണ്ടാണ്. എന്താണ് ആ പാമ്പ്? ഈശോ എന്നെ അറിയുന്നില്ല എന്ന ചിന്ത. ഈ തകർച്ചയ്ക്ക് ഒരു ഉത്തരവില്ലാതെ ആ പാമ്പ് ചെറുതൊന്നുമല്ല. നിരാശ, ഒരു ഹോപ്പില്ലാത്ത അവസ്ഥ, ദൈവം നല്ലവനല്ല എന്ന ചിന്ത. ദൈവം ഉണ്ടെങ്കിൽ തന്നെ എന്നോടൊന്നും വലിയ ദൈവത്തിന് താല്പര്യമൊന്നുമില്ല, ഞാൻ അത്ര ഡീസൻ്റൊന്നുമല്ല എന്ന ചിന്ത. ഇതെല്ലാം ആ പാമ്പാണ്. ഇനി ഹോപ്പില്ല, ഇനി രക്ഷയില്ല, ഇനി ഹോപ്പില്ല, ഇനി രക്ഷയില്ല, മരിച്ചേക്കാം, എനിക്ക് ആരുമില്ല, എനിക്ക് പട്ടിയുടെ വിലയില്ല എന്ന് പറഞ്ഞില്ലേ, ആ പാമ്പിനെ ഈശോ കൊടുക്കുക. എല്ലാവരും ഈശോയുടെ ആ രൂപത്തിലേക്ക് നോക്കുക. ഈശോ വിരിച്ച കരങ്ങളുമായിട്ട് നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നത്? എന്തിനു വേണ്ടിയാണ് ദൈവം മണ്ണിലേക്ക് ഇറങ്ങി വന്നത്? നിരാശയുടെ, തകർച്ചയുടെ ആ പാമ്പിനെ സ്വീകരിച്ച് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് ദേശീയ സിവിൽ സർവീസ് മീറ്റിൽ ഭാരമുയർത്തൽ മത്സരത്തിൽ 4ാം സ്ഥാനം നേടിയ ഇടുക്കി മുനിസിപ്പൽ കോടതിയിലെ പ്രോസസ് സർവർ നന്ദു ആനന്ദിനും, വോളിബോൾ മത്സരത്തിൽ 4ാം സ്ഥാനം നേടിയ ടീമിലെ അംഗം പ്രോസസ് സർവർ നിതിൻ തോമസിനും കോടതി സമുച്ചയത്തിൽ സ്വീകരണം നൽകി. ജില്ലാ ജഡ്ജി PS ശശികുമാർ, സബ് ജഡ്ജി A ഷാനവാസ്, ന്യായാധിപന്മാർ, ജീവനക്കാർ, കൺവീനർ S സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു. സിവിൽ സർവീസ് ദേശീയ മീറ്റിൽ ഭാരമുയർത്തൽ മത്സരത്തിൽ 4ാം സ്ഥാനം നേടിയ ഇടുക്കി ജില്ലാ കോടതി ജീവനക്കാരനായ നന്ദു ആനന്ദനും, വോളിബോൾ മത്സരത്തിൽ 4ാം സ്ഥാനം നേടിയ ഇടുക്കി മുനിസിപ്പൽ കോടതി ജീവനക്കാരനായ നിതിൻ തോമസിനും കോടതി സമുച്ചയത്തിൽ സ്വീകരണം നൽകി. ജില്ലാ ജഡ്ജി ശശികുമാർ PS ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ സന്തോഷിക്കുവാനും ഒരേപോലെ വളരെ ആത്മാർത്ഥതയോടെ ഒരേ രീതിയിൽ ചിന്തിക്കുവാനൊക്കെ കഴിയുന്ന തരത്തിൽ നമ്മുടെ ജില്ലയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജുഡീഷ്യൽ ഡിസ്ട്രിക്റ്റിനെ കുറിച്ച് എല്ലായിടത്തും ഈ ഒരു പേര് ശ്രദ്ധിക്കപ്പെടാൻ ഇവർ രണ്ടുപേർ അവരുടേതായ രീതിയിൽ പ്രവർത്തിച്ചു എങ്കിൽ അത് എന്തുകൊണ്ടും അതിൻ്റെ ഫലം നമുക്ക് കൂടി ലഭിക്കുന്നതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് അവരെ അനുമോദിക്കുക മാത്രമല്ല, ബാക്കിയുള്ളവർക്ക് അതൊരു പ്രചോദനം കൂടിയാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ സിവിൽ സർവീസ് കോമ്പറ്റീഷന് പോകുമ്പോൾ വെറും 2 സ്റ്റാഫുകൾ മാത്രമല്ല, അതിൽ കൂടുതലുള്ള സ്റ്റാഫുകൾ എല്ലാ മേഖലയിലും, ഏതൊക്കെ മേഖലയിൽ നമുക്ക് മത്സരിക്കാൻ കഴിയുമോ ആ എല്ലാ മേഖലയിലും നമ്മൾ എല്ലാവരും കഴിവിൻ്റെ പരമാവധി അതിൽ പങ്കുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് വരുവാൻ മറ്റുള്ളവർക്കും ഇനി ഇപ്പോൾ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന
ഈ രണ്ട് പ്രമുഖ വ്യക്തികൾ വീണ്ടും പുതിയ പുതിയ പടവുകൾ കയറി നല്ല സ്ഥാനത്തേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. തൊടുപുഴ അഡീഷണൽ കോടതി ജഡ്ജി സീതാ പി.എൽ. നന്ദു ആനന്ദിനും അഡീഷണൽ കോടതി ജഡ്ജി നിക്സൺ എം ജോസഫ്, നിതിൻ ജോസഫിനും ഉപഹാരം നൽകി. തുടർന്ന് ജില്ലാ ജഡ്ജി ശശികുമാർ PS ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. തൊടുപുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പ്രസന്ന കെ, NDPS കോടതി ശിരസ്തദാർ MS മനോഹരൻ, കുടുംബ കോടതി ശിരസ്തദാർ സുമീന ജോർജ്, തൊടുപുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി സീനിയർ സൂപ്രണ്ട് ഷാജി MA, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജൂനിയർ സൂപ്രണ്ട് ജയദേവ് CG, മുൻസിഫ് കോടതി ജൂനിയർ സൂപ്രണ്ട് സജിമോൻ MU, തൊടുപുഴ DLSA ബിജു ചാക്കോ, ജില്ലാ കോടതി നാസ്രേറ്റ് ബിജു K ചെറിയാൻ, തൊടുപുഴ സബ് കോടതി അനുചിത്ര മുരളി, രശ്മി രവീന്ദ്രൻ, ശരണ്യ ഷാജി എന്നിവർ സംസാരിച്ചു. ജില്ലാ കോടതി ശിരസ്തദാർ രാധാമണി MP സ്വാഗതവും സീനിയർ സൂപ്രണ്ട് സുധീർ S കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ചരമവാർത്ത. നെയ്യശ്ശേരി ഈന്തുങ്കൽ സൈമൺ ജോൺ നിര്യാതനായി. 57 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷകൾ 28/3/2024 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് വീട്ടിൽ ആരംഭിച്ച് നെയ്യശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ. ഭാര്യ ആൻസി കല്ലൂർക്കാട് വെട്ടുപാറയ്ക്കൽ കുടുംബാംഗം. മക്കൾ ഡെല്ല, ഡെന്നീസ്. ഭൗതിക ശരീരം ബുധനാഴ്ച വൈകുന്നേരം 5-ന് വസതിയിൽ കൊണ്ടുവരും. സഹോദരങ്ങൾ ഷൂബി ജോസ് മൂളയ്ക്കൽ ഏഴലൂർ, ഷിജി സുനിൽ മുണ്ടക്കൽ കോതമംഗലം, ജിനോബി മുളപ്പുറം. സഹോദര ഭാര്യ റിൻസി ജിനോബി പാലമറ്റം രാംപൂരം. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ വാളാടിയിൽ പഠനോത്സവം 2024 സംഘടിപ്പിച്ചു. പഠനോത്സവത്തോടൊപ്പം ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനും നടത്തി. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് മുൻ BDO M ഹരിദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും SSK പീരുമേടും സംയുക്തമായി വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിലെ വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പഠനോത്സവങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത്. പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഗവൺമെന്റ് സ്കൂളുകളുടെ പഠന നിലവാരങ്ങൾ അതാത് മേഖലകളിലെത്തി മാതാപിതാക്കളെ അടക്കം ബോധവൽക്കരിച്ച് അടുത്ത അധ്യയന വർഷത്തിൽ ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് കൂടുതൽ കുട്ടികളെ ആകർഷിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായി ശാസ്ത്ര പരീക്ഷണങ്ങൾ, ഗണിത കൗതുകങ്ങൾ, സാമൂഹിക ശാസ്ത്ര വിസ്മയം, പഠന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, മാതൃഭാഷയുടെ പ്രാധാന്യം എന്നിവയാണ് പഠനോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായാണ് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിന്റെ നേതൃത്വത്തിൽ വാളാടിയിൽ പഠനോത്സവം 2024 സംഘടിപ്പിച്ചത്. പഠനോത്സവത്തോടൊപ്പം ഇന്ന് സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള സിഗ്നേച്ചർ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. മുൻ അഴുത ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ M ഹരിദാസ് ലഹരി വിരുദ്ധ സിഗ്നേച്ചർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ നടക്കാൻ പോകുന്ന ഈ പരിപാടി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ലഹരിക്ക് എതിരായിട്ടുള്ളതാണ്. ലഹരിക്കെതിരായിട്ടെന്നുള്ള പറയുമ്പം മദ്യപാനം മാത്രമല്ല, ഡെയിലി പത്രങ്ങളും മറ്റുമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. സ്കൂൾ കോമ്പൗണ്ടിൻ്റെ പരിസരങ്ങളിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ വായിച്ചത് പിന്നെ കഞ്ചാവ് മിഠായിക്കുള്ളാലയെ ഗഞ്ചാവ് நல்லா പൊതിஞ்சு வச்சு பிள்ளைகளுக்கு கொடுத்து என்னடா பிள்ளைங்க கரங்கி நடக்கிறாங்களேன்னு ஆசிரியர்கள் போய் பார்க்கும்போது தான் அந்த கடையெல்லாம் சர்ச் செய்து பார்க்கும்போது தான் கிலோ கணக்கில் மிட்டாய்க்கு உள்ளால இந்த போதைப் பொருளையும் பொதிஞ்சு வச்சு பிள்ளைகளுக்கு அது தெரியாது. ஆனால் ஒரு தடவை சாப்பிட்டோம்னா மறுபடியும் போய் அதை வாங்குறதுக்கு ഒരു ഉന്തുതൽ. തുടർന്ന് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികൾ തങ്ങളുടെ മികവ് തെളിയിക്കുന്നതിനായുള്ള പാഠ്യേതര വിഷയങ്ങളും വിവിധ കലാപരിപാടികളും പൊതുജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചു. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂൾ പ്രധാന അധ്യാപകൻ ST രാജ് പഠനോത്സവം 2024 നേതൃത്വം നൽകി. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K മാരിയപ്പൻ, S അയ്യപ്പദാസ്, വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂൾ ഹെഡ്മാസ്റ്റർ പുഷ്പരാജ്, അപ്പീൽ ട്രസ്റ്റ് കേരള ബ്രാഞ്ച് കോർഡിനേറ്റർ K കുമാർ വാളാടി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. VBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പരിശീലന പരിപാടി തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിച്ചു.
ബൂത്തുകളിൽ വന്ന് വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്ത ആളുകൾക്ക് വീട്ടിൽ വെച്ച് തന്നെ വോട്ട് ചെയ്യുന്നതിന് സൗകര്യം ചെയ്യുന്നതിനായുള്ള ഫോറങ്ങൾ വിതരണം ചെയ്യുന്നതിനെ പറ്റിയും വോട്ടർ പട്ടികയിലെ പിഴവുകൾ തിരുത്തി കുറ്റമറ്റ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകുന്നതിനുമായിട്ടുമാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുണസ് നായർ IAS ക്ലാസ് നയിച്ചു. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പരിശീലന ക്ലാസ് തൊടുപുഴ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. ബൂത്തുകളിൽ വന്ന് വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്ത വികലാംഗരും 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള വോട്ടർമാർക്കും വീട്ടിൽ വെച്ച് തന്നെ വോട്ട് ചെയ്യുന്നതിന് സൗകര്യം ചെയ്യുന്നതിനായുള്ള ഫോറങ്ങൾ വിതരണം ചെയ്യുന്നതിനെപ്പറ്റിയും വോട്ടർ പട്ടികയിലെ പിഴവുകൾ തിരുത്തി കുറ്റമറ്റ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകുന്നതിനുമായിട്ടാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ഇടുക്കി സബ് കളക്ടറും തൊടുപുഴ നിയോജക മണ്ഡലം റിട്ടേണിംഗ് ഓഫീസറും കൂടിയായ ഡോക്ടർ അരുൺ എസ് നായർ IAS ക്ലാസുകൾ നയിച്ചു. നമുക്കിനി സമയം അധികം ഇല്ല. ഇത്തവണ നമുക്ക് സമയം കുറച്ച് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. സമയം എക്സ്ട്രാ കിട്ടുമ്പോൾ നമുക്ക് മടിയിലേക്ക് പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. കൂടുതൽ സമയം പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്നത് പോലെ ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ട് പയ്യെ പഠിച്ചാൽ മതി എന്ന് വിചാരിച്ച അവസാനം പരീക്ഷയുടെ തലേന്ന് വരെ കൊണ്ടെത്തിച്ച് പാസ്സാകാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സമയം കൂടുതൽ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഉഴപ്പാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകരുത്. അപ്പോൾ 28-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 5 ദിവസമാണ് നമുക്ക് 12D ഫോം സൈൻ ചെയ്യിക്കാനായിട്ട് കിട്ടുന്നത്. 12D ഫോം വിതരണം ചെയ്ത് തിരിച്ചു വരാൻ. അപ്പോൾ 2-ാം തീയതിയാണ് നമുക്ക് ഇതിന്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത്, ഏപ്രിൽ 2-ാം തീയതി. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഒരു 12D ഫോമും നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ 1-ാം തീയതി കൊണ്ട് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. 1-ാം തീയതി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് താലൂക്കിൽ അത് കളക്ട് ചെയ്ത് നമുക്ക് തിരിച്ച് RO ആയിട്ടുള്ള കളക്ടർക്ക് അത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 1-ാം തീയതി, ഏപ്രിൽ 1-ാം തീയതി ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 12D കൊടുക്കുക എന്ന് പറയുന്നത് നിർബന്ധമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഇത് ഒപ്പിട്ട് ബലം പ്രയോഗിച്ച് ഒപ്പിടിപ്പിച്ച് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. 12D അല്ലെങ്കിൽ ഈ ഒരു ഹോം വോട്ടിംഗ് എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ ഫെസിലിറ്റി മാത്രമാണ്. അതായത് അവർക്ക് ബൂത്തിൽ പോയി വോട്ട് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ, 85 വയസ്സ് കഴിഞ്ഞ ആരോഗ്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അതായത് നമ്മളെക്കാളും ആരോഗ്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് 85 വയസ്സ് കഴിഞ്ഞ്, അവർ ഈസി ആയിട്ട് ബൂത്തിൽ പോയി വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇനി PWD ആണെങ്കിലും ചിലപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാകും, ബൂത്തിലേക്ക് നടന്നു പോകാനൊക്കെ പറ്റുന്ന ആൾക്കാരുണ്ടാകും. അങ്ങനെ ബൂത്തിൽ പോയി വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് 12D ഒപ്പിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. അവർ ബൂത്തിലേക്ക് തന്നെ പോകണം. നമുക്ക് ബൂത്തിൽ പോകുന്നതാണ് ഏറ്റവും എളുപ്പം. കാരണം ഏറ്റവും സുതാര്യമായിട്ട് നടക്കുന്നത് ബൂത്തിൽ പോകുന്നതാണ്. അങ്ങനെ പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ മാത്രം നമുക്ക് 12D സൈൻ ചെയ്ത് വാങ്ങാം. തൊടുപുഴ തഹസിൽദാറും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ കൂടിയായ AS ബിജിമോൾ, തൊടുപുഴ താലൂക്ക് ഇലക്ഷൻ വിഭാഗം ഡെപ്യൂട്ടി തഹസിൽദാർ KS ഭരതൻ, തൊടുപുഴ തഹസിൽദാറും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ കൂടിയായ AS ബിജിമോൾ, തൊടുപുഴ താലൂക്ക് ഇലക്ഷൻ വിഭാഗം ഡെപ്യൂട്ടി തഹസിൽദാർ KS ഭരതൻ, ഇലക്ഷൻ വിഭാഗം ടെക്നിക്കൽ അസിസ്റ്റന്റ് സ്മിത കൃഷ്ണൻ, CK ദീപേഷ്, ജിൽസ്മോൻ ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലെ പട്ടികവർഗ ജനവിഭാഗത്തിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായുള്ള നങ്ക വോട്ട് ക്യാമ്പയിൻ പദ്ധതിയുടെ ഉദ്ഘാടനം വള്ളക്കടവ് ഫോറസ്റ്റ് ഡോർമെട്രിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. തീർത്ഥാടന കേന്ദ്രമായ ചക്കിക്കാവ് വിമലഗിരി സെന്റ് മേരീസ് പള്ളിയുടെ കാർമൽ മൗണ്ട് കുരിശുമലയിലേക്ക് ദുഃഖവെള്ള ദിനത്തിൽ പരിഹാര പ്രദക്ഷിണവും കുരിശുമല കയറ്റവും പുതുഞായർ തിരുനാൾ ആഘോഷവും മാർച്ച് 29 മുതൽ ഏപ്രിൽ 7 വരെ നടക്കുമെന്ന് വികാരി ഫാദർ ഫ്രാൻസിസ് ഇടത്തിനാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രിയിൽ VKR ഫാമിലി ഹെൽത്ത് സ്കീമിന് തുടക്കമായതായി കിഡ്നി ഫൗണ്ടേഷൻ ചെയർമാൻ ഫാദർ ഡേവിഡ് ചിറമലും ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ മേഴ്സി കുര്യനും അറിയിച്ചു. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ കോതമംഗലം നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കലാ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. LDF വനിതാ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ അടിമാലിയിൽ വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു. മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CS സുജാത വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.